സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കുറച്ച് ടെക് ന്യൂസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് മാത്രമേ ഉള്ളൂ, കുറച്ച് ന്യൂസൊക്കെ ഉള്ളൂ. അപ്പം കൂടുതൽ സമയം കളയുന്നതിൽ നമുക്ക് തുടങ്ങിയേക്കാം. അപ്പോൾ ആദ്യത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ UPI ബേസ് ചെയ്താണ്. അത് നമ്മുടെ ഗൂഗിൾ പേ, ഫോൺ പേ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇല്ലേ ഏത്. അപ്പോൾ RBI ഫൈനലി UPI വഴി നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു രീതിയെ പറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ATM കാർഡ് ഇല്ലാതെ നമുക്ക് ക്യാഷ് ഇനി UPI വഴി ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിന് ക്യാഷ് ഈ പറഞ്ഞ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മെഷീനുണ്ട്. ഡെപ്പോസിറ്റ് മെഷീൻ തന്നെ നമ്മുടെ അടുത്തൊക്കെ സ്ഥാപിക്കണം. ഇതെങ്ങനെയാണ് പ്രാക്ടിക്കലി പോസിബിൾ ആകുന്നതെന്ന് അറിയില്ല. പക്ഷേ കാർഡ് വേണ്ട, UPI നമ്മുടെ ആ ഒരു UPI ID മാത്രം മതി. നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ തന്നെ വീഴും. നോക്കാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്തായിട്ടുള്ളൊരു വളരെ സാഡ് ആയിട്ടൊരു ന്യൂസാണ്. അതെ, നമ്മുടെ ബോട്ട് ഇയർ TWS വാച്ചസ് എക്സെട്ര ബോട്ടിൻ്റെ 7.5 മില്യൺ യൂസേഴ്സിന്റെ ഡേറ്റാസ് ബ്രീച്ച് ആയിരിക്കുകയാണ്. അതെ, ചെറുതായിട്ട് ഡേറ്റാസ് ഒക്കെ ഒന്ന് പുറത്തു പോയിരിക്കുകയാണ്. എന്തോ ഒരു വൾണറബിലിറ്റിയിൽ നിന്ന് ആരാണ്ട് ഹാക്കേഴ്സ് ഒക്കെ അത് പുറത്താക്കിയെന്നാണ് പറഞ്ഞത്. 7.5 മില്യൺ ആൾക്കാരുടെ ഡേറ്റാസ് ലീക്കായി. ഇപ്പൊ ഇതൊരു വലിയൊരു പ്രശ്നമായിരിക്കുകയാണ്. അത്രയും യൂസേഴ്സിന്റെ ഡേറ്റ ലീക്ക് ആകുമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഹാർഡ്. എനിവേ നോക്കാം. അടുത്തായിട്ടുള്ള ന്യൂസ് വന്നിരിക്കുന്നത് നമ്മുടെ സുംസാങ് അണ്ണന്റെ ഭാഗത്തു നിന്നാണ്. 2 സുംസാങ്ങിന്റെ ഫോൺസ് ആണ് നാളെ ലോഞ്ച് ചെയ്യുന്നത്. ഒന്ന് ഗാലക്സി M15, വലിയ താല്പര്യമില്ല. കാരണം F15 ഞാൻ ഇച്ചിരി പ്രതീക്ഷയോടെ നോക്കിയിരുന്നെങ്കിലും ഫൈനലി അങ്ങോട്ടൊരു വലിയ പ്രതീക്ഷയ്ക്ക് ഒത്ത രീതിയിലായിട്ട് തോന്നുന്നില്ല. പക്ഷെ അത് കൂട്ടത്തിൽ ഭേദമായിട്ടുള്ള സ്പെക്ക് ആയിരുന്നു സാംസങ്ങിന്റെ F15. സോ M15 വരികയാണ്. അറിയാലോ, M for Amazon, M for Mariയല്ല, M for Amazon and F for Flipkart. അത് കറക്റ്റ് വാക്കാണ്. ഇനി M55 ലോഞ്ച് ചെയ്യുന്നുണ്ട്. കുറെ പേരൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. പിന്നെ ക്യാമറ കിങ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. കാരണം സാംസങ് ഇപ്പൊ ക്യാമറയിൽ കുറെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സാംസങ് ആയതുകൊണ്ട് ക്യാമറ നല്ലതാണെന്നൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. S സീരീസ് എപ്പോഴും അവർ അത് മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷേ A സീരീസിൽ തന്നെ ക്യാമറ ഡൗൺ ആയിട്ടുള്ള കുറെ ഫോണുകളുണ്ട്. അപ്പം എങ്ങനെ നമുക്കിത് ക്യാമറ നല്ല സെറ്റ് ആവുമെന്നൊന്നും പറയാൻ പറ്റില്ല. സാധ്യതയുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. കാരണം സാംസങ് ആയതുകൊണ്ട് എന്ത് സംഭവിക്കാം. M55 പറ്റി അറിയാമെന്ന് വിശ്വസിക്കുന്ന AMOLED ഡിസ്പ്ലേ ആണ്. പക്ഷേ ഇച്ചിരി ബെസൽസ് കാണും കേട്ടോ. അമാരിപ്പോഴും ഞാനറിയില്ല, 90കളിലാണ്. പിന്നെ സ്നാപ്ഡ്രാഗൺ 7 Gen 1 ആണ്. നമ്മളിവിടെ 7+ Gen 3, 7 Gen 3 പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഇവർ 7 Gen 1 ആണ്. ഞാൻ പറഞ്ഞു മടുത്ത കാര്യമാണ്. അതുകൊണ്ട് എനിക്കൊന്നും കൂടുതൽ പറയാനില്ല. എനിവേ 7 Gen 1 ആണ്. അത്ര മോശമായിട്ടുള്ള ചിപ്സെറ്റ് ഒന്നുമല്ല. 7 Gen 1 ഈസ് ഗുഡ് ചിപ്സെറ്റ് ആണ്. എന്തായാലും 30,000 രൂപ പ്രതീക്ഷിച്ചാൽ 30,000 രൂപയ്ക്ക് ഒരു ഓക്കെ ചിപ്സെറ്റ് എന്നൊക്കെ വേണേൽ പറയാം. അത്രേ ഉള്ളൂ. പക്ഷേ ബാക്കി കമ്പാരിസണിൽ പോക്കോ ഒക്കെ ബെറ്ററാണ്. ഈവൻ നമ്മുടെ നോഡിനകത്തുള്ള 7 Gen 3, മോട്ടോയ്ക്കകത്തുള്ള 7 Gen 3 ഒക്കെ ഒത്തിരി ബെറ്ററാണ്. പക്ഷേ ഈ സാധനം ഒരു 778G'ലൊക്കെ ബെറ്ററാണെന്നൊക്കെ പറയാം. സോ വലിയ കുഴപ്പമില്ലാത്തൊരു നോർമൽ യൂസിനൊക്കെ പറ്റിയ ഒരു ചിപ്സെറ്റാണ്. ഇവ ക്യാമറ ഇവർ സത്യം പറഞ്ഞാൽ ഇമ്പ്രൂവ് ആവണം, നല്ലൊരു ഫോണായി മാറും. പിന്നെ M സീരീസ് പേഴ്സണലി എങ്ങനെയാണ് ഇവരുടെ ഈ പറഞ്ഞ ഈ M സീരീസിനൊക്കെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് ഭയങ്കര ഡൗട്ടാണ്. പോക്കോ പോലെ തന്നെ ഒരു ഡൗട്ടാണ് സാംസങ്ങിന് ഈ MF ഒക്കെ. കാരണം ഇവർ തോന്നിയ രീതിയിലൊക്കെ ഇതിൻ്റെ ക്വാളിറ്റി സെറ്റ് ചെയ്ത്, അതായത് മദർ ബോർഡ് അടിച്ചു പോവുക, ഈ പിന്നെ ഗ്രീൻ ലൈൻ വരും, ഇങ്ങനെ കുറച്ച് ഇടപാടുകൾ ഈ പറഞ്ഞ സാംസങ്ങിന് ഫോണുകളിൽ വരാറുണ്ട്. കാരണം ഒരുമാതിരി കസ്റ്റമേഴ്സിന് അത്ര ഒരു പരിഗണന കൊടുക്കാത്ത രീതി എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി. കാരണം M സീരീസ് F സീരീസ് ഒക്കെ റേറ്റ് കുറഞ്ഞതിന് മേടിക്കുന്നതിന് നമുക്ക് ശിക്ഷയായിട്ട് കിട്ടുന്ന ഡിസ്പ്ലേയും ഈ പറഞ്ഞ മദർ ബോർഡൊക്കെ അടിച്ചു പോകുമ്പോഴാണ്. പക്ഷേ S സീരീസ് അത് പ്രീമിയം ആണല്ലോ, അതിനൊന്നും സംഭവിക്കാറില്ല. അത് പിന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യും, കാരണം ബ്രാൻഡാണല്ലോ. പക്ഷെ ഇതുകൂടെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ ഇന്ത്യ നല്ല രീതിയിൽ വെച്ചാൽ ഇപ്പം ടോപ്പ് 1 ആണെന്നറിയാം, അത് കുറ്റം പറയുമല്ല. ടോപ്പ് 1ൻ്റെ ഒരു ട്രിപ്പിൾ ഇരട്ടി ഫസ്റ്റിൽ ചെന്നേനെ. കാരണം കുറച്ചുകൂടെ ഈ പറഞ്ഞ ടെക് എന്തൂസിയാസിനും കൂടി പിടിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷെ അവർക്ക് നമ്മളെ താല്പര്യമില്ല, അവർക്ക് ഓഫ്ലൈൻ ആൾക്കാരെയാണ് താല്പര്യം. ഇനി അവരുടെ ഇഷ്ടം. അടുത്തായിട്ടുള്ള കുറേ പേർക്ക് സന്തോഷം വരുന്നൊരു ന്യൂസ് ആയിരിക്കും. റിയൽമി അണ്ണൻ പുതിയൊരു പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഒരു വീഡിയോ പോസ്റ്റർ. റിയൽമി പവർ അപ്പ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് എന്തോ പവർ വെച്ച് എന്തോ സാധനം വരുന്നുണ്ട്. അപ്പോൾ ആ ടീസറിനകത്ത് ന്യൂ സീരീസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഭയങ്കര സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നിയോ സീരീസ്. കുറേ പേര് നമ്മുടെ ചാനലിൽ കമൻറ്റ് ചെയ്യാറുണ്ട്, ബ്രോ റിയൽമിയുടെ നിയോ സീരീസ് വരുമോ, GT Neo 5SC, GT Neo 5, അങ്ങനെ കുറേ GT Neo ഇപ്പോൾ 6 ഇറങ്ങുമെന്ന് തോന്നുന്നു. അങ്ങനെ GT Neo വരുന്നുണ്ടോ കുറേ പേര് ചോദിക്കാറുണ്ട്. അത് അറിയാലോ, അത് ചൈനയിൽ വളരെ എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള അവരുടെ ഒരു മികച്ച സീരീസ്. എക്സ്പെരിമെൻ്റൽ എന്ന് വെച്ചാൽ പുതിയ പ്രൊസസ്സേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ എക്സ്പെരിമെൻ്റൽ ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനത്തെ ഒരു വെറൈറ്റി സാധനം ഇറക്കുന്ന ഒരു സീരീസാണ് റിയൽമി അവിടെ ചൈനയിൽ. ഇവിടെ ഉറക്കം തൂങ്ങിയിട്ട് ഇപ്പം 3-4 വർഷമായെന്ന് തോന്നുന്നു, 2-3 വർഷമായിട്ടുള്ളൂ. മാധവണ്ണൻ ഇറങ്ങിയോടെ ഉറങ്ങി.
ഇപ്പം അത് തിരിച്ചു കൊണ്ടുവരാൻ പ്ലാൻ ഇടുവാണെങ്കിൽ നല്ല പ്രൈസ് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു. ഇപ്പോൾ പ്രതീക്ഷിക്കാം മേ ബി GT നിയോ സീരീസ് ഒക്കെ ആവും, അല്ലെങ്കിൽ GT സീരീസ് തന്നെ തിരിച്ച് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പുതിയ സീരീസിൽ ഈ സെയിം സാധനം റീബ്രാൻഡ് ചെയ്യും. അമ്മർക്ക് തോന്നുന്ന പോലെയൊക്കെ ആയിരിക്കും. ചിലപ്പോൾ PT സീരീസ് പവർ ടോപ്പ് എന്നൊക്കെ പറഞ്ഞു വരാം. എന്തായാലും നമുക്ക് നോക്കാം. ഫൈനലി പോക്കോ ഫാൻസിലുള്ള ന്യൂസാണ്. പിന്നെ എനിക്കും ചെറിയൊരു എക്സൈറ്റ്മെന്റ് ഉള്ള ന്യൂസാണ്. കഴിഞ്ഞ വർഷത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് വാല്യൂ ഫോർ മണി പ്രൈസ്ഡ് ഫോണാണ് പോക്കോ F5. നിങ്ങൾക്കറിയാലോ, സ്നാപ്ഡ്രാഗൺ 7+ Gen 2 ചിപ്സെറ്റ് ഒക്കെ ഉള്ള കിടിലൻ സാധനമായിരുന്നു F5. അപ്പോൾ F5ൻ്റെ സക്സസറിനെ പറ്റി ഒരു ടോക്ക് വരുന്നുണ്ട്. അതായത് ചൈനയിൽ റെഡ്മി ടർബോ 3 എന്ന് പറഞ്ഞൊരു ഫോൺ ലോഞ്ച് ആകാനുള്ള സാധ്യത കണ്ടുവരുന്നുണ്ട്. ലോഞ്ച് ആവും. ആ ഒരു ഫോണിനകത്ത് സ്നാപ്ഡ്രാഗൺ 8s Gen 3 ആണ് വരുന്നത്. 8s Gen 3 നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തായിരുന്നു. പവറാണ്, അതായത് ഒരു പവർഫുള്ളിൻ്റെ ഒരു മിഡ് പവറാണ്. വല്ലാത്തൊരു സാധനമാണ്, നല്ല പവറുണ്ട്. എനിവേ, അപ്പോൾ ഈ ഒരു സാധനം അവിടെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. കൂടെ സോണിയുടെ IMX882 സെൻസറൊക്കെ വെച്ചുള്ള ക്യാമറ സിസ്റ്റം OS ഒക്കെ ഉണ്ട്. അത് പോട്ടെ, ഈ സാധനം പോക്കോ F6 എന്ന പേരിൽ ഗ്ലോബലി പോകുന്നുള്ള ഒരു റൂമർ നല്ല രീതി വരുന്നുണ്ട്. എസ്പെഷ്യലി ഇന്ത്യയിൽ F6 ആയിട്ട് ലോഞ്ച് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. അതായത് കുറച്ച് പോക്കോ ഫാൻസിൽ സന്തോഷ വാർത്തയായിരിക്കും. 8s Gen 3 ആദ്യം കൊണ്ടുവരുവാണെങ്കിൽ മിക്കവാറും പോക്കോ ആയിരിക്കും കൊണ്ടുവരുന്നത്. കാരണം പോക്കോ F5 കൊണ്ടുവന്നു, അതിനനുസരിച്ച് ഹിറ്റുമായി. ഞാൻ നോക്കിയിട്ട് ഇപ്പോഴും സജസ്റ്റബിൾ ആയിട്ടൊരു ഫോണാണ്. കാരണം അത്രയും പവർ, ആ ഒരു പ്രൈസ് റേഞ്ച് വേറല്ല. ബിഗ് ബില്യൺ ഡേക്കൊക്കെ 22-21 രൂപയ്ക്ക് വന്ന ഫോണത്. കാരണം അത്രയും പവർ ആ ഒരു പ്രൈസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ. സോ ഈ ഒരു ഫോൺ നല്ല പ്രൈസിലൊക്കെ ഇറക്കുവാണെങ്കിൽ ചുമ്മാ തീയായിരിക്കും. ഇതൊക്കെ ഒരു 30-32 പോക്കോയ്ക്ക് അത് കൊണ്ടുവരാൻ പറ്റും അവരെ കൊണ്ട്. അതൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ആ സെഗ്മെൻറ്റ് തന്നെ പവറിൽ കത്തിക്കും. ബാക്കി ഫീച്ചേഴ്സൊക്കെ ശരിയാണ്. ക്യാമറയൊക്കെ ലെവലാക്കുകയാണെങ്കിൽ ഒരു IQ രീതി പിടിക്കുകയാണെങ്കിൽ സ്മൂത്ത് ആയിരിക്കും. നോക്കാം. അപ്പോൾ സാധ്യത കൂടുതലാണ് F6 വരാൻ. എനിക്ക് എക്സൈറ്റ്മെൻറ്റ് 8s Gen 3 വരുന്നുണ്ട് കേട്ടോ, എസ്പെഷ്യലി. അപ്പോൾ ഇത്രയൊക്കെയാണ് ന്യൂസ്. അതെ, ഞാൻ പറഞ്ഞ പോലെ ചെറിയ ന്യൂസാണ്, എന്നാൽ ചെറിയൊരു ഇമ്പാക്റ്റുള്ള ന്യൂസൊക്കെ ആയിരിക്കും. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും